ഗൈസ്, അപ്പോൾ ഇവിടുത്തെ കുറച്ച് അയണും കൂടി കൊത്തിയെടുക്കുക. കൊത്തിയെടുക്കുമ്പോൾ നിങ്ങളെ ഒരു കാര്യം കൂടി കാണിക്കാണ്ട്. അതൊക്കെ എൻ്റെ കോർഡിനേറ്റ്സ് കണ്ടാൽ മനസ്സിലാവും. ഞാനിപ്പോൾ 1000 മീറ്റർ നടന്നിട്ട് ഇങ്ങോട്ട് വന്നിട്ട് അയണിൻ്റെ മൈനയിൽ നിന്ന് ഗൈസ് എവിടെയായിട്ട് കുറച്ച് സ്നോ കാണുന്നുണ്ടാ. ഇപ്പം കുറച്ച് പേർക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മൾ അവസാനം ഈ വേൾഡിലേക്ക് ഹാപ്പി ഗാസ്റ്റിനെ കൊണ്ടുവരാൻ പോവുകയാണ്. അതിനൊക്കെ വേണ്ട ഗാസ്റ്റിന് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ഇത് ഐസ് ശേഖരിക്കുക. സ്നോ ബോൾ ആവശ്യമുണ്ട് ഗൈസ്. ഇവിടെ അയണയും കൂടി എടുത്ത് കുറച്ച് സ്നോ ബോൾ ഒപ്പിച്ചിട്ട് നിങ്ങളെ കാണിക്കാം. ഞാൻ അങ്ങനെ ഈ സ്നോ ബോളും കൂടി പൊട്ടിക്കുമ്പോൾ ഗൈസ് അതേപോലെ ഇത്ര സ്നോ ബോൾ ഉണ്ട്. ഇനി ഇതെല്ലായിട്ടൊന്ന് സേഫായിട്ട് ഞാൻ വീട്ടിലെത്തിയിട്ട് കാണിച്ചാൽ നിങ്ങളാ. ഫൈനലി ആ ദിവസം വന്നിരിക്കണം ഗൈസ്. നമ്മുടെ വേൾഡിലേക്ക് ഗാസ്റ്റ് അങ്ങനെ വരാൻ പോവുകയാണ്. ഹാപ്പി ഗാസ്റ്റ് വരാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ മൈൻഡ് ചെയ്തിട്ട് അയൺ ഇവിടെ സ്മെൽട്ടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കിട്ടിയ സ്നോ എല്ലാം നമ്മൾ ബ്ലോക്ക് ആക്കിയിട്ട് ഈ മേലത്തെ ചെസ്റ്റിൽ വെച്ചിന്. അപ്പോൾ നമുക്കിനി ഈ ചെസ്റ്റിലാണ് വെച്ചത് ഗൈസ്. ഇപ്പോൾ കണ്ടില്ലേ 33 സ്നോ ബ്ലോക്ക് കുറച്ച് ഇതുകൊണ്ട്. അപ്പോൾ നമ്മളെന്താണെന്ന് വെച്ചാൽ ഇന്ന് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ആദ്യം തന്നെ ഹാപ്പി ഗാസ്റ്റിന് ഡ്രൈഡ് ഹാപ്പി ഗാസ്റ്റ് ആയിരിക്കും നമുക്ക് കിട്ടിയത്. അതിനെ വെള്ളത്തിൽ മുക്കി വെച്ചിട്ട് നമ്മൾ ഗാസ്റ്റിനാക്കിയിട്ട് ഇത് വെള്ളത്തിൽ മുക്കി വെച്ചാൽ ഗാസ്റ്റ് പൊങ്ങി വരും ഗൈസ്. അതെല്ലാം ഞാൻ നിങ്ങളെ കാണിക്കുക. ആദ്യം തന്നെ ഇവിടെ ഒരു കുഴി തോണ്ടിയിട്ട് ഹാപ്പി ഗാസ്റ്റിനെ വെക്കട്ട് ഗൈസ്. ഞാൻ ഗൈസ് നമുക്കങ്ങനെ ഇനി ഗാസ്റ്റിനെ ഡ്രൈഡ് ഗാസ്റ്റാണ് ഇത്. അങ്ങനെ നമ്മളിത് വെള്ളത്തിൽ വെച്ചിട്ടുണ്ട്. രാത്രി ഞാൻ ഒന്ന് കടന്നുറങ്ങിയിട്ട് നിങ്ങളെ കാണിക്കുക ഗൈസ്. നിങ്ങളിപ്പം വിചാരിക്ക് ഞാൻ ഇന്ന് ഇവിടെ പണിയെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് ബ്രീഡറല്ല ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ബ്രീഡറിന് ആവശ്യമായിട്ട് കുറച്ച് ഷീപ്പിൻ്റെ വൂൾ ആവശ്യമുണ്ട്. കാരണം ഇതിൽ കുറച്ച് ബെഡ് ആക്കിയിട്ട് അവിടെ വെക്കണം. എന്നാലേ വില്ലേജസ് ബ്രീഡാവും. അപ്പോൾ അതിനായിട്ട് കുറച്ച് ബെഡ് വേണം. എന്ന് വെച്ചാൽ എത്രത്തോളം ബെഡ് ഉണ്ടോ അത്രത്തോളം വില്ലേജസ് ബ്രീഡാവും. അപ്പോൾ ഇത് നമ്മുടെ അടുത്ത് ഇത്രയോ ഇതായിട്ടുണ്ട്. ഒരു സ്റ്റാക്കിനും മേലെ ഇത് വൂളായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നേരെ ബ്രീഡർ ഉണ്ടാക്കാൻ തുടങ്ങാം. ഈ ബ്ലോക്കും കൂടി പൊട്ടിച്ചാൽ ഗൈസ് ഇതാ നമ്മൾ ബ്രീഡർ ഉണ്ടാക്കാൻ നമ്മളെ വീട്ടിൻ്റെ സൈഡിൽ തന്നെ ഇത്രയും സ്ഥലമല്ലോ ഒന്ന് പ്ലെയിനാക്കി ടെറാഫോമിങ് ചെയ്തെടുത്തിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് ഇത് ബ്രീഡർ ഇവിടെ ഒന്ന് ആക്കി വെച്ചാൽ മാത്രം മതി ഗൈസ്. എന്നാൽ ഇവിടെ ഒരു ബ്രീഡർ പെട്ടെന്ന് ഞാൻ ഒന്ന് ഉണ്ടാക്കിക്കോട്ടെ. അപ്പോൾ ഗൈസ് ഞാൻ ബ്രീഡർ ആക്കുന്നതിൻ്റെ ചെറിയ ടൈം ലാപ്സ് നിങ്ങളൊന്ന് കണ്ടിക്കുക. ഈ ചെറിയൊരു പണിയാണ്. അപ്പോൾ നിങ്ങളൊന്ന് വേഗം അതിൻ്റെ ടൈം ലാപ്സ് കണ്ടോ. ഗൈസ് അങ്ങനെ ബ്രീഡറാക്കേണ്ട മുക്കാൽ പണി കഴിഞ്ഞ് ഞാൻ ഏറ്റവും വലിയ പണി അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഗൈസ് നമ്മൾ ഈ ഗാസ്റ്റ് വണ്ണം വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക്
ഗ്ലാസ് വണ്ണം വെപ്പിക്കണം. ഗ്ലാസിന് കൊടുത്ത വണ്ണം വെക്കും. അങ്ങനെ ഗ്ലാസിന് വണ്ണം വെപ്പിച്ചിട്ട് വേണം ജസ്റ്റ് ഒന്ന് വില്ലേജ് വരെ പോയിട്ട് വേണം നമുക്കൊന്ന് 2 വില്ലേജർ ആവണം. എന്നാലും എനിക്ക് ബാക്കി പണിയാവും. അപ്പോൾ ഗൈസ് എത്രയും പെട്ടെന്ന് പോയിട്ട് വേഗം ഒരു 2 വില്ലേജർ പിക്കാൻ പോകുന്നതാണ് ഗൈസ്. ഇനി ഞാൻ നല്ല മണ്ടന്മാരെ കൂട്ടാൻ പോകുന്ന കാണിച്ചാൽ നിങ്ങൾക്ക് ഗൈസ്. അങ്ങനെ അവരെ വില്ലേജിൽ പോയിട്ട് ഞാൻ ഈ 2 വില്ലേജസിനെ ഇവിടെ എത്തിച്ചതിന് ഗൈസ്. അത് വീഡിയോ എടുക്കാനായിട്ടില്ല. പക്ഷേ ഗൈസ് ഇതാ നമ്മളിപ്പോൾ ഇവരെ 2 പേരെയോ ഇങ്ങ് എത്തിച്ചിട്ടുണ്ട്. ഇനി ഫുഡ് മൊത്തം കുടിച്ചിട്ട് നമുക്കൊന്ന് ബ്രീഡാവുമെന്ന് നോക്കാം ഗൈസ്. എൻ്റെ കയ്യിൽ മൊത്തം തീറ്റ ഞാൻ ഇച്ചിങ്ങൾക്ക് ഇട്ട് എടുത്തിട്ടുണ്ട് ഈ വില്ലേജസിന്. ഇനി ഒരു ബ്രീഡാവാൻ നോക്കാം. അതിനെക്കുറിച്ച് നമുക്ക് കുറച്ചൊന്ന് ബാക്കോട്ടേക്ക് വെക്കണം, അല്ലെങ്കിൽ ആവില്ല ഗൈസ്. ഫൈനലി ഇങ്ങനെ നമ്മളെ വേൾഡിലൊരു വില്ലേജർ ബ്രീഡർ ഫാസ്റ്റ് ആകുന്നുണ്ട് ഗൈസ്. കണ്ട അവരിപ്പോൾ ബ്രീഡാവുന്നുണ്ട്. ഇനിയിപ്പം തന്നെ ഒരു വേവി വില്ലേജർ ഇങ്ങോട്ടേക്ക് വരുന്നത് നമുക്ക് കാണാം. കുറച്ച് കഷ്ടപ്പെട്ട് ഗൈസ് ഇത് ഉണ്ടാക്കാൻ. ഇതൊക്കെ ഒരു 6 മിനിറ്റ് കൊണ്ട് ഇത് കഴിയും. പക്ഷെ അനക്കിതങ്ങനെയല്ല. ഇത് വെച്ചാൽ 2 മണിക്കൂറൊറ്റ എടുത്തിന്. അതെന്ന് വെച്ചാൽ ഇത് ഉണ്ടാക്കാനല്ല പണി. എനിക്ക് മണ്ടമല വരെ വില്ലേജിൽ പോയിട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നതാണ് പണി. പക്ഷെ നമ്മളെ ഈ ഹാപ്പി കാസ്റ്റിലുണ്ട് അത് പരമാവധി കുറഞ്ഞു കിട്ടീന്. പക്ഷേ ഗൈസ് അത്യാവശ്യം നല്ല പണി തന്നെയായിരുന്നു ഇവരെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ. എന്നാൽ ഇനി അടുത്ത കൂടെ കാണാം. അപ്പോൾ എല്ലാവർക്കും ശരി, ഓക്കെ, ബൈ.